ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സാധാരണയായിട്ട് നമ്മൾ ഈ ജൂട്ട് ബാഗ് അല്ലെങ്കിൽ ജൂട്ടിൻ്റെ പല മെറ്റീരിയൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ജൂട്ടിൻ്റെ തുണിത്തരങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ സഞ്ചി കണ്ടിട്ടുണ്ട്, ബാഗുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമുക്കറിയില്ലല്ലോ. നമ്മളതൊക്കെ കണ്ട് പൈസ കൊടുത്ത് വാങ്ങാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മളിതുവരെ കണ്ടിട്ടില്ല എന്നുള്ള സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു ചെടിയാണ്. സത്യത്തിൽ അവർ ഇതിന് വേണ്ടിയിട്ട് തന്നെ കൃഷി ചെയ്യുന്നൊരു ചെടിയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആ ചെടിയുടെ പേരെന്താണെന്നറിയില്ല, അത് അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതിനെ നല്ല രീതിയിൽ പറിച്ചെടുത്ത് അതിനെ നല്ല ശരിക്കും ചെളിയിൽ അതിനെ പൂഴ്ത്തി വെച്ച് അതിനെ ശരിക്കും എന്താ പറയുക, അതിനെ ചീച്ചെടുക്കുക അല്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ചെളിയിൽ തന്നെയാണ് അതിനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും അതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്ന് പോലത്തെ സംഭവം അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി എടുത്ത് അതിനെ വീണ്ടും വാഷ് ചെയ്തെടുത്ത് അതിനെ ഡ്രൈ ആക്കി ഉണക്കി നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോസസ്സിങ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പണ്ടത്തെ ഓല വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓല വീടിന് വേണ്ടിയിട്ട് ഓല മേയും. അപ്പോൾ ഓല ഇങ്ങനെ മെടഞ്ഞ് വെച്ചിട്ടാണ് ആ ഓല കൊണ്ടാണ് നമ്മൾ മേഞ്ഞ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് ആ ഓല മെടയണങ്ങി മുന്നേ തന്നെ ഓല വെള്ളത്തിലിട്ട് പഴുത്ത് അത് ഉണക്കി വെള്ളത്തിലിട്ടിട്ടൊക്കെ ഉള്ളൊരു ഭയങ്കര പ്രോസസ്സിങ്ങിൽ അതിനെ എടുക്കുക. അതേപോലത്തെ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഇതിനും കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതിനെ ഫുള്ള് സെറ്റാക്കി എടുത്തതിന് ശേഷം അതിനെന്ത് ചെയ്യണം, ഉണക്കിയെടുത്ത് പിന്നെ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ ഫുള്ള് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സിങ് രീതിയിലേക്ക് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ചൂടിക്കയറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അത് ബാക്കിയുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മെഷീനറീസിൻ്റെ സഹായത്തോടെ അതിന് സെറ്റ് ചെയ്തെടുക്കും. കണ്ടില്ലേ? പിന്നെ ഇനിയൊരു നൂല് പരുവത്തിലാക്കിയിട്ട് നൂൽ രൂപത്തിലാക്കിയിട്ട് എടുക്കും. ഇതിൻ്റെ തന്നെ കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ജൂട്ടിൻ്റെ ബാഗായാലും സഞ്ചിയായാലും മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം ഇത് ഒരു നൂലാക്കിയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലേ? എന്താണ് നോക്കിയത് നമ്മൾ ശരിക്കും ഇതൊക്കെ നമ്മൾ കണ്ടില്ല. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കളയാണ് നമ്മൾ. പക്ഷേ സത്യത്തിൽ ഇതൊക്കെ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ടുള്ളൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു യൂസ് കഴിഞ്ഞാൽ നമ്മൾ കളയും, അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്കും അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് നമ്മൾ നിത്യ ഉപയോഗ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാൽ അതിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന പല വീഡിയോസും ഇനി നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. കണ്ടില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ ആക്കിയെടുത്ത് അതിനെ അതിൻ്റെ ചാക്ക് രൂപത്തിലാക്കിയെടുത്ത് അതിൻ്റെ ബാഗ് എന്നുള്ള രൂപത്തിലേക്ക് കൊടുക്കുന്നു.